നീ ഇതൂടെ ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് വഹി ഇറങ്ങലുണ്ട് അള്ളാഹുവിൻ്റെ അകത്ത്. ഞാൻ അള്ളാഹുവിനെ കണ്ട ആളാണ്, കണ്ട വ്യക്തിയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഞാനത് വിളിച്ചു പറഞ്ഞിട്ടും നിങ്ങൾക്കാർക്കും ഒരു കൂസലുണ്ടായില്ല. ഞാനെന്തോ ഭ്രാന്ത് വട്ട് പറയുന്നതായിട്ട് അങ്ങനെയല്ല തോന്നിയത്. അതല്ല, വളരെ കൃത്യമായിട്ടൊരു എനിക്കറിയാം. ഞാനും അള്ളാഹുവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ മലക്കുകളും തമ്മിൽ നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അൽഹംദുലില്ലാഹ്. കാര്യമായിട്ട് ഇപ്പോൾ വന്നത്, ഞാൻ ഫേസ്ബുക്കിൽ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അതായത് നിരന്തരമായിട്ട് ഒരു 10-20 വർഷം 25 വർഷമായി എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം. ഞാനൊരു സ്കാനർ തന്നെയാണ്. ഞാനൊരു അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നതാണ്. ഒരുപക്ഷെ മുഹമ്മദ് ഇസ്ലാം അവതരിപ്പിച്ച സമയത്ത് സമാനം ഇതേപോലെയൊന്നും അല്ലെങ്കിലും ഇത് തന്നെയൊക്കെ ആയിരിക്കും. ക്ലെയിംസ് എല്ലാം ഇത് തന്നെയായിരിക്കും. അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്, അള്ളാഹുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സ്വർഗത്ത് പോയിട്ടുണ്ട്, പറക്കുന്ന കുതിരയുടെ മേളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, ചന്ദ്രനെ പിളർന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അബ്സല്യൂട്ട്ലി വിഴുങ്ങിയ ഒരു ജനത അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളിന്ന് കാണുന്നത്. പക്ഷെ അവിടെ തന്നെ ഇത് അവതരിപ്പിച്ചപ്പോൾ വലിയൊരു പ്രശ്നമാണ്. അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിയെ പോലീസ് തിരഞ്ഞു വരുന്നു. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്? നിങ്ങളുടേതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടി വിഴുങ്ങേണ്ടതല്ലാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങളത് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതേ സമീപനം, അതേ പരിഗണന എല്ലാ കാര്യങ്ങളിലും വേണം എന്ന് ആവശ്യപ്പെടലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്.